ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആറന്മുള സദ്യ സ്പെഷ്യൽ പരിപ്പ് കറിയാണ്. പരിപ്പ് കറിക്കുള്ള പരിപ്പ് നമുക്കാദ്യം റെഡിയാക്കിയെടുക്കാം. സദ്യക്കുള്ള പരിപ്പ് കറി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറുപയറാണ് ഉപയോഗിക്കുന്നത്. ഈ ചെറുപയറിൻ്റെ തൊലി കളഞ്ഞിട്ട് ചെറിയ പീസാക്കി എടുക്കണം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു ഉരുളി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇത് 1/2 കിലോ ചെറുപയറുണ്ട്. തീ കുറച്ച് വെച്ച് നമ്മളിങ്ങനെ ചെറിയ തീയിൽ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. പയർ നല്ലോണം മൂത്തില്ലെങ്കിൽ നമുക്കിതിൻ്റെ തൊലി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരുപാട് കരിഞ്ഞു പോയി കഴിഞ്ഞാലും നമുക്ക് ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ കിട്ടത്തില്ല. ഞാനിവിടെ ഇത് നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിപ്പോൾ ആയിട്ടുണ്ട്. എങ്ങനെ അറിയാമെന്ന് വെച്ചാൽ നിങ്ങളിത് ജസ്റ്റ് ഒരു മണിയെടുത്ത് വായിലിട്ട് കടിച്ചു നോക്കുക. കടിച്ചു നോക്കുമ്പം നമ്മുടെ പല്ലിൽ പറ്റാതെ ഇത് പൊട്ടുന്നുണ്ടെങ്കിൽ ഇത് ആയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവുകയാണേ. ഇത് ഇരുന്ന് മൂക്കാതിരിക്കാൻ പെട്ടെന്ന് തന്നെ ഇതിലൊരല്പം വെള്ളം നമുക്കിങ്ങനെ ഒന്ന് വെതറി കൊടുക്കാം. ശേഷം ഒന്നുകൂടെ മിക്സ് ചെയ്യാം. ഞാനിതിപ്പോൾ ഉരുളിയിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്, തണുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനി ഒരു 3-4 മണിക്കൂർ ഇരുന്ന് നല്ലവണ്ണം തണുത്തിട്ട് മാത്രം നമുക്കിത് തൊലി മാറ്റാൻ പാടുള്ളൂ. നമ്മുടെ പയർ ഇവിടെ നല്ലവണ്ണം തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇത് മിക്സിയുടെ പൊടിക്കുന്ന ജാറാണ്. ഇതിലേക്ക് ഞാൻ പയറിൻ്റെ ഒരു പകുതി ഭാഗം ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കൊടുത്താൽ ചില പയറൊക്കെ പൊടിയാതെ കിടന്നു പോകും. നമുക്ക് ഒരുപാട് പൊടിയാനും പാടില്ല, ജസ്റ്റ് ക്രഷ് ചെയ്യുകയേ ആകാവൂ. പയർ മുഴുവനായിട്ട് കിടക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് 2 വട്ടമായിട്ട് ചെയ്യുന്നത്. നമ്മളിത് ഫസ്റ്റ് ടൈം ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് 1-2 പയർ മുഴുവനായിട്ട് കിടക്കുന്നത് കാണാമല്ലോ അല്ലേ. അപ്പം നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ അരിയൊക്കെ പാറ്റുന്നത് പോലെ മുറത്തിലിട്ട് പാറ്റും. പാറ്റി കഴിയുന്നുണ്ടെ ഈ മുഴുവനായിട്ട് കിടക്കുന്ന പയറുകളും ഇതിൻ്റെ തൊലിയും നമ്മൾ മാറ്റും. മുഴുവനായിട്ട് കിടക്കുന്ന പയറുകൾ നമ്മൾക്ക് വീണ്ടും ക്രഷ് ചെയ്യാനുള്ളതിൻ്റെ കൂട്ടത്തിലിട്ട് വീണ്ടും ഇതേപോലെ ചെറുതാക്കി എടുക്കാം. തൊലി നമ്മൾ കളയും. ബാക്കിയുള്ള പരിപ്പ് മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ. ഇതുപോലെ ബാക്കിയുള്ളത് ഞാൻ ചെയ്തെടുക്കാൻ പോവാണ്. സദ്യക്ക് പരിപ്പ് കറി വെക്കാനുള്ള പയർ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി സൂക്ഷിക്കാം. ഇന്ന് പരിപ്പ് കറി വെക്കാൻ പോകുന്നത് അമ്മയാണ്. അപ്പം സമയം കളയാതെ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ഞാനിതൊരു 3/4 കപ്പ് പയർ കഴുകി റെഡിയാക്കി ഞാൻ കുക്കറിലിട്ടിട്ടുണ്ട്. കുക്കറിലാകുമ്പോൾ എളുപ്പം അങ്ങ് റെഡിയാക്കി കിട്ടും നമുക്ക്. അതിനകത്ത് ഞാനൊരു 1/2 ലിറ്റർ വെള്ളം അതിനകത്ത് ഞാൻ ചേർത്തു. ചെറിയ സ്പൂണിന് 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, മുളക് പൊടി അതുപോലെ. മുളക് കുറച്ചേ ചേർക്കത്തുള്ളൂ. ഉപ്പും ചേർത്തു പാകത്തിന്. ഒരു തണ്ട് കരിയാപ്പിലയും കൂടെ. ഇനി പരിപ്പ് 2 വിസിൽ വരുന്നിടം വരെ അടച്ചു വെച്ച് വേവിക്കുക. പരിപ്പിന് അധികം ഉപ്പും വേണ്ട, അധികം മുളകും വേണ്ട. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പരിപ്പ് വേകുമ്പോഴേക്കും പരിപ്പിനുള്ള തേങ്ങ അരച്ച് വയ്ക്കുക. 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. 1/2 സ്പൂൺ ജീരകപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. 1 ചുമന്നുള്ളി, 3 അല്ലി വെളുത്തുള്ളി. ഇതിനകത്ത് ഒരല്പം വെള്ളം ചേർത്ത് നന്നായിട്ട് അരയ്ക്കണം. ഒരുപാട് വെള്ളം ചേർക്കല്ലേ, കുറച്ച് വെള്ളമേ ചേർക്കാവൂ. ഒരുപാട് പയറിന് 2 വിസിൽ വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ്. അതെ, നമ്മളിവിടെ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി പരിപ്പിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ചൂടാകണം. ഇത് തേങ്ങ അരച്ച പാത്രം ഒന്നുകൂടി കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറിയാൽ മതി. ഇനി ഈ തണുക്കുമ്പോൾ കുറച്ചുകൂടെ അങ്ങ് കുറുകും അങ്ങത്. ഇനി നമുക്ക് പരിപ്പിന് കടുക് വറക്കാം. വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. വെളിച്ചെണ്ണയാണ് രുചിയെ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കടുക് ഇട്ട് കൊടുക്കാം. മുളകിട്ട് കൊടുക്കാം. 2 ചുമന്നുള്ളി അരിഞ്ഞ് വെച്ചത്, ഒരു 2 തണ്ട് കരിയാപ്പില. കടുക് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പരിപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഓണത്തിന് എല്ലാവരും ഇങ്ങനെ ഒന്ന്
ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്